കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാം. പക്ഷേ ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർത്തപ്പോൾ മൂഡ് പോയി. അമ്മ പണിയാൻ പോകുന്നതിൻ്റെ തട്ടലും മുട്ടലും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ എഴുന്നേക്കുന്നത്. അപ്പം എന്നെ നേരെ പോയി പല്ല് തേച്ചു. ഇനി ഞാൻ വിചാരിച്ചു രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത്. കാരണം ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഞാൻ ഒരു മരി കിറങ്ങി നിൽക്കും വിശന്നിട്ട്. അപ്പം ഞാൻ രാവിലെ ചോറ് കഴിച്ചിട്ട് ഫുള്ള് കഴിച്ചു. അതെങ്കിൽ ഞാൻ നേരെ ഒരുങ്ങാൻ പോയി. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ തേക്കുന്ന ഒരൊറ്റ സാധനം എൻ്റെ മുഖത്ത് പിടിക്കത്തില്ല. പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മേടിച്ച് വെക്കും, അത് തേക്കും. പിറ്റേ ദിവസം എൻ്റെ മുഖം മൊത്തം ഗുരുവും. ഇല്ലാത്ത സമയത്താണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ബസ്സിൻ്റെ പുറകെ ഓട്ടമാണ്. ഇതേവരെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ബസ്സിൽ കയറിയിട്ടില്ല. ഇന്ന് ഓടിയാണ് കയറുന്നത്. വാച്ചൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഓടത്തില്ല. മുടി പിന്നെ പോണിട്ടേൽ കെട്ടണം. പോണിട്ടേൽ കെട്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി എന്നെ തന്നെ നോക്കി. ഇനിയാണ് അടുത്ത പരിപാടി. എനിക്ക് കൊണ്ടുപോകാനും ചോറ് എടുക്കണം. കുഞ്ഞിക്കും ചോറ് കൊടുത്തിട്ട് പോകണം. ഞാൻ ഈ ഇടിച്ച് പൊട്ടിക്കുന്ന കുഞ്ഞിക്കുള്ള മീനാണ്. മീൻ കൂട്ടി അവൾ ചോറുണ്ണോളൂ. പരിഷ്കാരിയാണ്. അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ചു. അടുത്ത ടാസ്ക് അവളെ എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ്. ഒന്നെങ്കിൽ എൻ്റെ റൂമിൽ കാണും, അല്ല അമ്മയുടെ റൂമിൽ പുതപ്പിൻ്റെ അടി സുഖമായിട്ട് കിടപ്പുണ്ടായിരിക്കും. എൻ്റെ റൂമിൽ തന്നെ കിടപ്പുണ്ട് അവൾ. പിന്നെ അവളെയും പൊക്കിയെടുത്ത് നേരെ അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് എന്നും പോവും. അതിൻ്റെ നന്ദിയൊന്നും വെക്കില്ല. ഇങ്ങോട്ട് വിളിച്ച് അവൾ അങ്ങോട്ട് ഓടും. ഇതാണ് എൻ്റെ സുന്ദരി. ഞാൻ എപ്പോൾ എടുത്താലും ഇവളുടെ കഴുത്തൊക്കെ ഫുൾ ചുമന്ന് കിടക്കും. കാരണം ഞാൻ ഉമ്മ ലിപ്സ്റ്റിക് ഫുൾ അവളുടെ കഴുത്തേക്ക്. ഞാൻ ചോറ് കൊടുത്തിട്ട് നേരെ ഇറങ്ങി. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ബസ് പോയി. എന്നും ബസ് പോകുന്ന മുമ്പേ അവിടെ എത്തണം. പക്ഷെ ഇന്ന് ബസ് പോയി. ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്ക് പച്ച ചക്കയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അമ്മ കുറച്ച് എനിക്ക് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു. അപ്പോൾ